ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ലാബ് വർക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ റെഫർ കോഡിലോട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ 2 പ്രോഗ്രാംസ് തന്നെയാണ് റെഫർ കോഡ്, ആൻഡ്രോയിഡിൻ്റെ റെഫർ കോഡിലോട്ട് എഴുതാൻ വേണ്ടി 2 പ്രോഗ്രാംസ് തന്നെയാണ് ഞാൻ ഇന്നും സ്കൂളോച്ചിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ 2 പ്രോഗ്രാംസും ഇതാണ്. ഒന്ന് ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ അടുത്തത് അലേർട്ട് ബോക്സ്. ഓക്കെ, അലേർട്ട് ബോക്സും ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സും ആണ്. അപ്പോൾ ഇതിൻ്റെ എയിമും അതേപോലെ തന്നെ സോഴ്സ് കോഡും ഔട്ട്പുട്ടും ഞാൻ നിങ്ങൾക്ക് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അത് മൂന്ന് സ്ക്രീനായിട്ടുണ്ട്. ആദ്യത്തെ സ്ക്രീനിൽ ജസ്റ്റ് സെറ്റ് ടൈമും സെറ്റ് ഡേറ്റും ആണ്. സെറ്റ് ടൈമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ടൈമിൻ്റേതായിട്ടുള്ള ഒരു ഡയലോഗ് വിൻഡോ അപ്പിയർ ചെയ്യുക. അതേപോലെ തന്നെ ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡേറ്റിൻ്റെ ഡയലോഗ് വിൻഡോ അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ ഔട്ട്പുട്ടിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വരക്കണം കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തേത് അലേർട്ട് ബോക്സ് ആണ്. നമ്മൾ സാധാരണ ജാവയിലൊക്കെ പഠിച്ച സെയിം അലേർട്ട് ബോക്സ് തന്നെയാണ്. അത് അപ്പിയർ ചെയ്യുന്നതാണ് അടുത്ത പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്താ പറയുക, ഹെഡിങ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് വരുന്നത് 3ാമത്തെ പ്രോഗ്രാം ആയിരിക്കും. രണ്ടെണ്ണം നമ്മൾ ഇന്നലെ ചെയ്തല്ലോ. 3ാമത്തെ പ്രോഗ്രാമിൻ്റെ ഹെഡിങ് ആയിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സ് എന്ന് കൊടുക്കണം. എയിം പിന്നെ താഴെ ഉണ്ട്, അത് ഞാൻ അയച്ചിട്ടുള്ള ആ ഒരു അറ്റാച്ച് ചെയ്ത ഇമേജിലുണ്ട്. ആ എയിം അതുപോലെ എഴുതുക. അതേപോലെ തന്നെ 4ാമത്തെ പ്രോഗ്രാമിൻ്റെ ഹെഡിങ് അലേർട്ട് ബോക്സ് എന്ന് കൊടുക്കുക. എയിം ഞാൻ അയച്ചതിലുണ്ട്, അതേപോലെ എയിം എഴുതുക, സോഴ്സ് കോഡ് എഴുതുക, ഔട്ട്പുട്ട് എഴുതുക കേട്ടോ. അപ്പോൾ റെഫർ കോഡിൽ ഇപ്പോൾ നമ്മൾ ഇതും കൂടെ കൂട്ടി 4 പ്രോഗ്രാംസ് ആണ് എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാം 18ാം തീയതി ഇന്ന് ക്ലാസ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി റീ ഓപ്പണിംഗ് 28ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ തുടങ്ങി വെച്ച 2ാമത്തെ മൊഡ്യൂൾ മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് തിയറി എടുത്തു പോവാം കേട്ടോ. താങ്ക് യു.